ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് സപ്പോർട്ട് അതല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് സോൺസ് എന്നുള്ളതാണ്. സപ്പോർട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴെ വരുന്ന സമയത്ത് ഒരു ലെവലിൽ ബയ്യേഴ്സ് എൻ്റർ ചെയ്യുന്ന പോയിന്റ് ഹോൾഡ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഏരിയയിൽ ഒന്നിൽ കൂടുതൽ തവണ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് വിളിക്കും. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് പ്രൈസ് ഫാൾ ഡൗൺ ചെയ്തതിന് ശേഷം ആ ഏരിയ സപ്പോർട്ടിൽ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം ഒരു പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസും അതേപോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലെവലിൽ ഈ ലെവലുകളിൽ സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നു. ആ ഏരിയയാണ് നമ്മൾ റെസിസ്റ്റൻസ് സോൺ എന്ന് വിളിക്കുന്നത്. ഇതൊരു റൂഫ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് റൂഫ് എന്നും ഇവിടെ സപ്പോർട്ട് ഫ്ലോർ എന്നും വിളിക്കുന്നത്. ഫ്ലോർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിവിടെ റൂഫായിട്ടാണ് ആക്ട് ചെയ്തത്. ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റെസിസ്റ്റൻസ് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ഫ്ലോർ ആയിട്ടും ഇവിടെ റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്യുന്നത് ഒരു റൂഫായിട്ടുമാണ്. നമുക്കിതിലെ കുറച്ച് കീ പോയിൻറ്റ്സുകളും കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിനകത്തുള്ള കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈയിങ് സോൺ ആയിട്ടായിരിക്കും നമ്മൾ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഒരു റെസിസ്റ്റൻസ് സോൺ എപ്പോഴും സെല്ലിംഗ് സോൺ. ഇതാണ് റെസിസ്റ്റൻസ് സോൺ. ഇതെപ്പോഴും ഒരു സെല്ലിംഗ് സോൺ ആയിട്ടായിരിക്കും മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാറ്. അതേപോലെ പ്രൈസ് ബിറ്റ്വീൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൈസ് എപ്പോഴും ഇതൊരു റെസിസ്റ്റൻസ് ആണ്, നമുക്കിവിടെ ഒരു സപ്പോർട്ട് കൂടി ആയിരിക്കും. എപ്പോഴും ഇതിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കും പ്രൈസ് നിൽക്കുന്നത്. എപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് കേസ് വരുവാണെങ്കിൽ, നാലാമത്തെ പോയിൻ്റാണ് അൺഎക്സ്പെക്റ്റഡ് കേസ്. ബ്രേക്ക് ഔട്ട് ഹാപ്പൻ വെൻ പ്രൈസ് ബ്രേക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വിത്ത് സ്ട്രോങ് സ്ട്രെങ്ത്. എപ്പോഴാണ് പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്ന് താഴേട്ട് പോവുകയാണെങ്കിലോ ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിലോ ഈ ഒരു പാറ്റേൺ മാറും. ഈ ഒരു ഇടയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നുള്ളൊരു പാറ്റേൺ മാറും. ഇപ്പോൾ ഒരു കണ്ടീഷൻ നോക്കാം. ബ്രേക്ക് ഔട്ട് എബോവ് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടൊരു മൂവ്. മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ്മെൻറ്റ് എടുത്തി ഒരു പുൾ ബാക്ക് നടത്തി, വീണ്ടും ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് താഴേക്ക് വരാതെ മുകളിലേക്ക് റീടെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ ഈ ഒരു പാറ്റേൺ മാറും. അന്നേരം എന്തുവാ, ഒരു സ്ട്രോങ് അപ്പ് മൂവ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ബിലോ സപ്പോർട്ട്. ഇതാണ് സപ്പോർട്ട് പാറ്റേൺ. ഇതിനെ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഇത് താഴേക്ക് വരുവാണെങ്കിൽ. മാർക്കറ്റ് ഇങ്ങനെ വന്നു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ്മെൻറ്റ് നടത്തി, അതിനുശേഷം റീടെസ്റ്റ്മെൻറ്റ് നടത്തി. ഇവിടെ ഒന്നിൽ കൂടുതൽ റീടെസ്റ്റ് ചെയ്യുന്നതാണ് സപ്പോർട്ട് സോൺ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഇത് മുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അത് താഴേക്ക് വലിയൊരു ഹ്യൂജ് ബ്രേക്ക് ഔട്ട് നടത്തുവാണ് എങ്കിൽ മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഉള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആവും എപ്പോഴാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്ത്. എപ്പോഴും പ്രൈസ് റിപ്പീറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അണ്ടിൽ ഇറ്റ്സ് ബ്രേക്ക്. പ്രൈസ് ആൾവേസ് റെസ്പെക്ട് ചെയ്യും. എപ്പോഴാണ് ഇത് ബ്രേക്ക് ആയിട്ടില്ല എങ്കിൽ ഈ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും എല്ലാം മാർക്കറ്റിൽ റെസ്പെക്ട് ചെയ്യും. ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെൻഡ് എപ്പോഴും ചേഞ്ച് ആവും മാർക്കറ്റിൽ.